ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പോണ വഴിക്ക് നല്ലോണം ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ ഇറങ്ങി. മുകളിൽ നല്ലോണം തണുപ്പുണ്ടെന്ന് പറഞ്ഞപ്പോ തണുപ്പിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന ഷൂസും ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇല്ലാത്തൊരു ഓരോരുത്തരായിട്ട് തെരഞ്ഞെടുത്ത്. -11 തണുപ്പിന്റെ കാഠിന്യം. വിട്ടുവീഴ്ചക്ക് യാതൊരു കുറവുണ്ടായിരുന്നില്ല. യാത്രക്കിടയിൽ ഞങ്ങളെ കൂടെ മുംബൈക്കാരായ ഒരു ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു. വളരെ നല്ല അടിപൊളി ഫാമിലി ആട്ടോ. വീഡിയോ എടുക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോ എനിക്ക് നാണം കൊണ്ട് തിരിഞ്ഞതാണ്. ഓന്റെ ചിറിയാണ് മെയിൻ. പോകുന്ന വഴികളിലെല്ലാം മഞ്ഞ് പുതച്ച് കിടക്കുന്ന പ്രകൃതി. ആഹാ, എന്തൊരു ഭംഗി. നമ്മുടെ ഇന്നത്തെ ലൊക്കേഷനായ നാത്തുല പാസ് എന്ന് പറയുന്നത് ഇന്ത്യയും ചൈനയും തമ്മിൽ വാണിജ്യ സഞ്ചാരത്തിന് വേണ്ടിയിട്ട് അതിർത്തി പങ്കിടുന്ന ഭാഗമാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ലൊക്കേഷനിലെത്തി. ഭൂപ്രകൃതിയിൽ നിന്ന് 14,140 ഫീറ്റ് ഉയരത്തിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങോട്ടുള്ള യാത്രക്ക് പെർമിറ്റിന്റെ ആവശ്യമുണ്ട്. ഏതെങ്കിലും ട്രാവൽസ് ഏജൻസിയുമായി ബന്ധപ്പെട്ടാണ് സാധാരണ എടുക്കാറ്. ഇങ്ങോട്ട് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ശ്വാസതടസ്സം മറ്റു കാര്യങ്ങളിലുള്ളവരൊക്കെ അതിന് പ്രതിരോധിക്കാനുള്ള കാര്യങ്ങൾ എന്തായാലും കയ്യിൽ കയറി നിർബന്ധമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ സ്ഥലവും കണ്ട് നമ്മൾ ബാബാ മന്ദിർ എന്നൊരു സ്ഥലത്തേക്ക് നീങ്ങി. ബാബാ മന്ദിർ എന്ന് പറയുന്നത് ബാബ ഹർഭജൻ സിംഗ് എന്ന് പറയുന്ന ഒരു പട്ടാളക്കാരന്റെ സ്മാരകമായിട്ട് ഉണ്ടാക്കിയ ഒരു ക്ഷേത്രമാണ്. 1968 ഇന്ത്യ ചൈന അതിർത്തിയിടയിൽ ദൗത്യത്തിനിടയിൽ മരണപ്പെട്ടതാണ് ഇദ്ദേഹം. യാത്രക്കാരായ സഞ്ചാരികൾക്ക് ഇവിടെ പ്രത്യേകം തന്നെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. വീഡിയോ നീണ്ടു പോവാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ബാക്കി നോക്കുന്ന ഇൻഷാ അല്ലാഹ് പിന്നെ കാണാം.